ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ജനറൽ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത യൂണിറ്റ് നമുക്ക് വരുന്നത് യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് തന്നെയാണ് ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ്സ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അല്ലേ. കാരണം നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഒരുപാട് കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ കോസ്റ്റ് റെക്കോർഡ്സ് അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് ആ ഇൻഫോർമേഷൻസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്, എന്തൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിനുള്ള ബെനിഫിറ്റ്, ഓക്കെ, ആസ് എ സൊസൈറ്റിക്കുള്ള ബെനിഫിറ്റ്സ്, അതൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് വരുന്നത്. പക്ഷെ ഇൻസ്റ്റ്യൂട്ട് ഒരു യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു പേജുള്ള ഒരു ചെറിയൊരു യൂണിറ്റ് ആയിട്ടാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ വേഡിങ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടന്റും ആ എക്സ്പ്ലനേഷൻ ഒക്കെ സെയിം തന്നെ, പക്ഷെ അവർ യൂസ് ചെയ്തിട്ടുള്ള വേഡിങ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് ഇങ്ങനെ യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ആൻസർ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നോക്കാം യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. നമുക്കറിയാം ഈ ആദ്യത്തെ സമയങ്ങളിൽ നമ്മളെ ഇൻഡിപെൻഡൻസിന് മുമ്പും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെ നമുക്കറിയാം കോസ്റ്റിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് വന്നിരുന്നു അല്ലെ. കൂടാതെ ആ ഒരു സമയങ്ങളിൽ ഈ കമ്പനികൾ കസ്റ്റമേഴ്സിന് നിന്ന് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അതുവഴി ഒരു പ്രൈസ് കൺട്രോൾ മെക്കാനിസം എന്ത് ചെയ്യുക നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പല പ്രൊഡക്റ്റിന്റെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ ആദ്യം. അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്തത് ആ ഒരു രൂപത്തിലായിരുന്നു. അതായത് എന്ത് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഒതന്റിക് ഡാറ്റ, ഒരു കോസ്റ്റ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി പ്രൈസ് കൺട്രോൾ എന്ത് ചെയ്യുക കൊണ്ടുവന്ന് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്ന സമയങ്ങളിൽ റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അതുപോലെ വേസ്റ്റേജ് എത്രത്തോളം ഉണ്ട്, അതൊക്കെ ആ വേസ്റ്റേജിലൊക്കെ ഒഴിവാക്കാനും ഓർഗനൈസേഷന്റെ റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാനൊക്കെയാണ് സബ്സീക്വന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഡിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുക അല്ലെ. പിന്നീട് അതിന്റെ കോസ്റ്റ് ഓഡിറ്റ് ഒബ്ജക്റ്റീവ് അതായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കാം ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഇയേഴ്സിൽ കോസ്റ്റ് ഓഡിറ്റ് എന്തായിരുന്നു, ഒരു പ്രൈസ് കൺട്രോൾ മെക്കാനിസം. മെയിനായിട്ട് ഒരു പ്രൈസ് കൺട്രോൾ മെക്കാനിസത്തിനുള്ള ഒരു ടൂൾ ആയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കോസ്റ്റ് ഓഡിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒതന്റിക് ഡാറ്റ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി, ടു റെഗുലേറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ കൺട്രി ത്രൂ എ പ്രൈസ് കൺട്രോൾ മെക്കാനിസം. സബ്സീക്വന്റ്ലി ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്തു, കോസ്റ്റ് ഓഡിറ്റ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വന്നു. റിസോഴ്സ് യൂട്ടിലൈസേഷനും അതിന്റെ അലോക്കേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആ ഒരു സമയത്ത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം അവർ ഹൈലൈറ്റ് ചെയ്ത ചില ബെനിഫിറ്റ്സ്, അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരമുള്ള അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്ത ചില ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദേ ഹൈലൈറ്റഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ഓഫ് കോസ്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു കോസ്റ്റ് ഓഡിറ്റ് വഴി അല്ലെങ്കിൽ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് വഴി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഔട്ട്കം, ദാറ്റ് ഈസ് നമ്മളെ പ്രോപ്പർ അക്യുറേറ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഹൈലൈറ്റ് ചെയ്തത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇറ്റ് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂളുകളാണ്. ഞാൻ ഓരോ പോയിന്റിനും ജസ്റ്റ് ഒരു അതിന്റെ അൾട്ടിമേറ്റ് സമ്മറി ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്നാണ്. അതായത് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മറ്റ് ഇൻക്ലൂഡിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെന്റ് അല്ലെ, അവർക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. കാരണം കോസ്റ്റ് ഇൻഫർമേഷൻ ഇനാബിൾ ദ ഓർഗനൈസേഷൻ ടു സ്ട്രക്ചർ ദ കോസ്റ്റ് and understand it and use it for communicating with the stakeholders. ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹൗ മച്ച് ഈസ് ദ മെറ്റീരിയൽ കൺസ്യൂംഡ്, ലേബർ എത്രയാണ്, മറ്റ് എക്സ്പെൻസുകൾ എത്രയാണ്. അപ്പൊ ആ ഒരു കോസ്റ്റ് സ്ട്രക്ചർ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതെന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നമ്മുടെ മാനേജ്മെന്റിനോട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിലെ വേസ്റ്റേജുകൾ, ഇൻഎഫിഷ്യൻസി കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റിനോട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്ലസ് ഇൻവെസ്റ്റേഴ്സ് അല്ലെ. കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോസ്റ്റ് ഡാറ്റ, ഈ ഒരു കോസ്റ്റ് സ്ട്രക്ചറിൽ പരമാവധി എന്ത് ചെയ്യണം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. എന്നാലും പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ, ക്വാളിറ്റി കുറക്കാതെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുന്നത്. അങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ ഗവൺമെന്റ്.
അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ഒരു റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ്? ഒരു കോസ്റ്റ് ഓഡിറ്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് ഇൻഫർമേഷൻ enable the organization structure the cost and understand it and use it for communicating with the stakeholders. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അസസിങ് പെർഫോമൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കാരണം മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ അല്ലെ, കാരണം മാനേജ്മെന്റ് ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഫോർ ദ ഫെയർ യൂസേജ് ഓഫ് ദി റിസോഴ്സസ്, എഫിഷ്യന്റ് യൂസേജ് ഓഫ് ദി റിസോഴ്സസ്, ട്രാൻസ്പെറന്റ് ഓപ്പറേഷൻസ്. സോ അവരാണ് എന്ത് ചെയ്യേണ്ടത്? എഫിഷ്യൻസി കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാർ, വേസ്റ്റേജ് കുറക്കുകയും ഓക്കെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അതിന്റെ അലോക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നത് ഒപ്റ്റിമം ആക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്. അത് എത്രത്തോളം നന്നായി ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ അസസ്മെന്റ് ഏതിലൂടെ നടത്താൻ പറ്റും? നമുക്ക് ഓഡിറ്റിലൂടെ, കോസ്റ്റ് ഓഡിറ്റിലൂടെ നടത്താൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കോസ്റ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ടൂൾ ഇൻ അസസിങ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ദ ഷെയർ ഹോൾഡർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ വാല്യൂ. ഓക്കെ, ഇറ്റ് ഇൻഫോം ഹൗ എങ്ങനെയാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വിൽക്കുന്ന, നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസിൽ നമുക്ക് ഏതൊക്കെ കോസ്റ്റ് അതിൽ നിന്ന് ഇതിന്റെ പോകുന്നുണ്ട്? മെറ്റീരിയലിൻ്റെതായിട്ട് എത്ര പോകുന്നുണ്ട്, ലേബറിൻ്റെ ആയിട്ട് പോകുന്നത് എത്രയുണ്ട്, മറ്റ് എക്സ്പെൻസ് എങ്ങനെയുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയുണ്ട് എക്സ്പെൻസുകളൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റും എങ്ങനെയാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് നമ്മൾ ഏതൊക്കെ വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൗ ദ പ്രോഫിറ്റ്സ് ആൻഡ് വാല്യൂ ആർ ക്രിയേറ്റഡ് ആൻഡ് ഹൗ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഓർഗനൈസേഷണൽ പ്രോസസ്സസ് ട്രാൻസ്ഫോം ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ദെൻ it contribute to the data input on economy level parameter like resource efficiency എത്രത്തോളം, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, റിസോഴ്സ് അലോക്കേഷൻ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് പെർഫോമൻസ് അസസ്മെന്റ് ചെയ്യാനായിട്ട് ഏത് ഹെൽപ്പ് ചെയ്യുന്നു? കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫുൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം അതേപോലെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പോയിന്റുകൾക്ക് ഒരു ഹെഡിങ് ഉണ്ടാക്കുക. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് എഴുതിയിട്ട് പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മളെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ അസസിങ് ദ പെർഫോമൻസ്. ഓക്കെ, അപ്പൊ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അതിൽ വരാൻ പോകുന്നത്. മാനേജ്മെന്റിന്റെ പെർഫോമൻസിന്റെ അസസ്മെന്റ് നടത്തുക, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, റിസോഴ്സ് അലോക്കേഷൻ, അതൊക്കെ എങ്ങനെ എത്രത്തോളം നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ താഴെ എഴുതാം. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. സോ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് പ്രൊവൈഡ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ദ ഇൻഫർമേഷൻ. ഓരോ പ്രൊഡക്റ്റിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ, റിപ്പീറ്റ് ആണ്, സെയിം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റ് വെച്ചാൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ് ദ പ്രൊഡക്റ്റ്, പ്രോസസ്സ്, റിസോഴ്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ഓക്കെ, സോ അത് ഓൾറെഡി നമ്മൾ ഈ പോയിന്റിലൊക്കെ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിസോഴ്സ് എഫിഷ്യൻസിയും വേസ്റ്റ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് സെയിം പറയുന്നത്. കോസ്റ്റിംഗ് ഇൻക്ലൂഡ്സ് പ്രൊഡക്റ്റിന്റെ, പ്രോസസ്സിന്റെ, റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, കവറിംഗ് ദ functions of the organization and its value chain. So costing information can be used to appraise the actual performance in the context of the implemented strategies. സോ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്കറിയാം സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും എല്ലാത്തിനും അല്ലെ. ഇപ്പോൾ ഒരു ഡിഫറെന്റ് അക്രോസ് വാല്യൂ ചെയിൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ്, കോസ്റ്റ് ഏതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ HR ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ലേബർ കോസ്റ്റ് നമ്മൾ എന്നിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ച പോലെ SQSP സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്ത് വെക്കുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാൻഡേർഡ് ഹവേഴ്സ്, അതുപോലെ HR ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാൻഡേർഡ് റേറ്റ് SR. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്തിനാവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് ദ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻഡ് ആയിട്ടുള്ള നമുക്കൊരു സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വൽ കാര്യത്തിലോട്ട് ഇറങ്ങുന്നത്, ആക്ച്വൽ ഇംപ്ലിമെന്റേഷനോട്ട് വരുന്നത്, അപ്പൊ ആക്ച്വൽ പെർഫോമൻസിലോട്ട് വരുന്നത്. നോർമലി എന്താവാറില്ല, പ്ലാൻ ചെയ്ത് വെച്ച നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച അതേ കോസ്റ്റ് അല്ല ആക്ച്വൽ പെർഫോം ചെയ്യുമ്പോൾ വരാറ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് പലപ്പോഴും അഡ്വേഴ്സ് ആയിട്ടുള്ള വേരിയൻസ് ഒക്കെ വരുന്നത് അല്ലെ. സോ അഡ്വേഴ്സ് ഓഫ് ഫേവറബിൾ ആയിട്ട് വരാറുണ്ട്. കൂടുതൽ എന്തായിരിക്കും, നമ്മൾ അഡ്വേഴ്സ് ആയിട്ടുള്ള വേരിയൻസുകളായിരിക്കും കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെ. അത്തരം ഇൻഫോർമേഷൻസ് എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു കമ്പാരിസൺ വേണം. ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി എന്തായിരുന്നു,
ആക്ച്വൽ പെർഫോമൻസ് വന്നപ്പോൾ എന്തായിരുന്നു, ഇത് ഒരു കമ്പയർ ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഡിറ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ പോയിന്റ് നോക്കുക. സോ കോസ്റ്റിംഗ് ഇൻക്ലൂഡ് പ്രൊഡക്റ്റ്, പ്രോസസ്, റിസോഴ്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇതിന്റെ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻ ലൈക്ക് പർച്ചേസ്, പ്രൊഡക്ഷൻ, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി costing information can be used to appraise actual performance in the context of the implemented strategies. Okay, so നമ്മൾ ഓൾറെഡി സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്ലാൻ ആണ് അല്ലെ, നമ്മളെ തന്ത്രങ്ങൾ, നമ്മളെ പ്ലാനുകളാണ്. ആക്ച്വൽ പെർഫോമൻസ് എത്രത്തോളം എന്ത് ചെയ്താൽ, അതായത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്. അതും നമ്മളുടെ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ്സ് നമ്മൾ എത്രത്തോളം ഡീവിയേഷൻസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 4 പോയിന്റ് ആയില്ലേ? ഓക്കെ, സോറി 3 പോയിന്റ് ആയില്ലേ? ഏതൊക്കെയാണ്? ഒന്നാമത് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ, assessing the performance of the management and product and process related information, അല്ലെങ്കിൽ product, process, resource related information. Okay, 4 it support the decision making. Okay, support the decision making. കാരണം കോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് സ്ട്രക്ചർ ലൈക്ക് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നമുക്കറിയാം കസ്റ്റമേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു പ്രൊഡക്റ്റിൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ മെറ്റീരിയൽ യൂസ് ചെയ്തതിൽ അല്ലെങ്കിൽ ഈ ഒരു ലേബർ വെച്ചിട്ട് നമുക്ക് ഈ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ മെറ്റീരിയൽ തന്നെ എടുക്കുക. ഓക്കെ, സോ ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് കസ്റ്റമർ ആഗ്രഹിക്കുന്ന എക്സ്പെക്ടേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ കസ്റ്റമർ ആഗ്രഹിക്കാത്ത, കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതാണെങ്കിൽ അതൊരു നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോസ്റ്റ് സ്ട്രക്ചറിന്റെ, കോസ്റ്റ് ഷീറ്റിന്റെ അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഫോർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ വെദർ ഈ പറഞ്ഞുള്ള കോസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളൊക്കെ കസ്റ്റമർക്ക് എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും കാര്യങ്ങൾ സ്റ്റിൽ കസ്റ്റമർ എക്സ്പെക്ടേഷനിലോട്ട് എത്താത്തതുണ്ടോ, അതായത് എന്തെങ്കിലും പോരായ്മകൾ ഇനി ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇനി അതല്ല, ഓവറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാൻ പറ്റുമോ? അതുവഴി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കൂട്ടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് നമ്മൾ SSCM തേർഡ് ഗ്രൂപ്പിലെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാല്യൂ ആഡഡും നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും അതിൽ വാല്യൂ ആഡഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും നോൺ വാല്യൂ ആഡഡിനെ എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യും? കോസ്റ്റ് ഇൻഫോർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മീറ്റ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ടാർഗറ്റ്. രണ്ടാമത്തെ പോയിന്റ് ഓൾറെഡി പറഞ്ഞതാണ്, അസിസ്റ്റ് ഇൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അല്ലെ. സോ നമ്മൾ പറയും കോസ്റ്റ് കൺട്രോളും ഉണ്ട്, കോസ്റ്റ് റിഡക്ഷനും ഉണ്ട് അല്ലെ. കോസ്റ്റ് കൺട്രോൾ ഉണ്ട്, കോസ്റ്റ് റിഡക്ഷനും ഉണ്ട്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത കോസ്റ്റിനേക്കാളും കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കലാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റ് കൺട്രോൾ മീൻസ് പ്ലാൻ ചെയ്തതിനേക്കാളും കൂടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. അപ്പോൾ കൂടാതിരിക്കാൻ നോക്കുന്നതാണ് ഇത് കോസ്റ്റ് കൺട്രോള്, കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. രണ്ട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു 100 rupees പെർ യൂണിറ്റ് ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ 100 രൂപയിൽ കൂടരുത് എന്ന് വിചാരിക്കുന്നതാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ 100 രൂപയേക്കാൾ കുറയ്ക്കണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ചെയ്യുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർ കോസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എവിടെയാണ് ഇനി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുക, ഏതൊക്കെ പോയിന്റിൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്ത് അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം റിസോഴ്സ് നന്നായി യൂസ് ചെയ്യും അല്ലെ. റിസോഴ്സ് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നവരും പെർ യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ഫിക്സഡ് ആയിരിക്കും അല്ലെ. ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. പക്ഷെ നല്ല ചോദിക്കുക, ഒരു 1000 രൂപ ഫിക്സഡ് കോസ്റ്റ്, ചെറിയ നമ്പറാണ് എടുക്കുന്നത്, കോടികളുടെ ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്പർ എടുക്കുക. സോ 1000 rupees ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് യൂണിറ്റ് 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു 1000 രൂപയുടെ കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 100 യൂണിറ്റ്സ്. അപ്പോൾ പെർ യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? 10 rupees ആയിരിക്കും അല്ലെ. നേരെ മറിച്ച് നമ്മൾ ഈ റിസോഴ്സ്, ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആ കോസ്റ്റ് എന്തായാലും വരും. അപ്പോൾ ആ വരുന്ന കോസ്റ്റ് നമുക്ക് പരമാവധി അതിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 200 യൂണിറ്റ്സ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയായിട്ട് കുറയും? 5 രൂപയായിട്ട് കുറയും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക്
കറക്റ്റായിട്ട് നമ്മൾ റിസോഴ്സസിനെ മാനേജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതിന് രണ്ടാമത്തെ പോയിന്റ് അസിസ്റ്റ് ഇൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഗൈഡ് ഇൻ പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. നമ്മൾ ഓൾറെഡി കോസ്റ്റിംഗിൽ ഇന്റർമീഡിയറ്റ് സിലബസ് തൊട്ട് പഠിക്കുന്നതാണ്. നമ്മൾ കോസ്റ്റ് ഡാറ്റ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും കീ ഫാക്ടർ, ലിമിറ്റിംഗ് ഫാക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. കമ്പനിക്ക് ABCD എന്നിട്ട് 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന റിസോഴ്സ് എന്താണ്, ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇൻഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് മിക്സ് തീരുമാനിക്കാം. A എന്നുള്ള പ്രൊഡക്റ്റ് എത്ര ഉണ്ടാക്കണം, B എന്നുള്ള പ്രൊഡക്റ്റ് എത്ര ഉണ്ടാക്കണം, C എത്ര ഉണ്ടാക്കണം, D ഉണ്ടാക്കണോ വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അല്ലെ. അപ്പൊ അതൊരു പ്രൊഡക്റ്റ് മിക്സിന് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ പല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ലൈക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, നമുക്കൊരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് ഡയറക്റ്റ് മാർക്കറ്റിലോട്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫർദർ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ പുതിയ മെഷീനറീസോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്യാണ്, നമുക്ക് ഈ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, പ്രൊഡക്റ്റ് സെല് ചെയ്യണോ, ഓർ ഫർദർ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടേ. നമുക്കൊരു ബൈ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്, ആ ബൈ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ സെല് ചെയ്യണോ അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിങ് ചെയ്യണോ അല്ലെ. നമുക്കൊരു വലിയ വലിയ മാനുഫാക്ചർ, പെട്രോളിയം, അതുപോലത്തെ ഇപ്പൊ ഈവൻ ഷുഗർ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഷുഗർ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എത്തനോൾ എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റ് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഫർദർ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വെച്ച് തന്നെ സെല് ചെയ്യണം. കാരണം ഫർദർ പ്രോസസ്സിങ് പലപ്പോഴും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, പുതിയ എക്യുപ്മെന്റ്സ്, മെഷീനറിക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ കോസ്റ്റ് ഇൻഫോർമേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 14ാമത്തെ പോയിന്റ് ഈ പറഞ്ഞത് സപ്പോർട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നമ്മളെ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഇതിൽ എങ്ങനെയാണ്, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആസ് വെൽ ആസ് ദി പ്രോഫിറ്റബിലിറ്റി. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാനായിട്ട്. 3 പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഡാറ്റ, കോസ്റ്റ് ഓഡിറ്റ് ഇൻഫോർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കോമൺ ഡാറ്റ സോഴ്സ്. കോമൺ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കോസ്റ്റ് ഓഡിറ്റ് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോമൺ ഡാറ്റ എന്നാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ അല്ലെ പർച്ചേസ്. ഈ പർച്ചേസിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ റോ മെറ്റീരിയലിന്റെ എന്തെടുക്കുന്നത്, കോസ്റ്റ് എടുക്കുന്നത്. അപ്പൊ കോസ്റ്റിംഗിൽ നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസിന്റെ ഡാറ്റ നോക്കും. സെയിം ടൈമിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ ട്രേഡിംഗ് പേ ആൻഡ് ലോട്ടുള്ള പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെയും സെയിം ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഒരു സിംഗിൾ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, കോമൺ ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റീകൺസിലിയേഷൻ ഒക്കെ എന്താണ് വളരെ ഈസിയാണ്. ഡ്യൂപ്ലിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ പലപ്പോഴും കോസ്റ്റിംഗിൽ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്റർമീഡിയറ്റിൽ നമുക്ക് സിലബസിൽ കോസ്റ്റിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ എന്തുണ്ട് പഠിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതുണ്ട് അല്ലെ. യെസ് നോക്കാം. വർക്കിംഗ് ഫ്രം എ കോമൺ ഡാറ്റ സോഴ്സ് ഓൾസോ ഹെൽപ്പ് ടു എൻഷുവർ ദാറ്റ് ഔട്ട്പുട്ട് റിപ്പോർട്ട് ഫോർ ഡിഫറെന്റ് ഓഡിയൻസസ് ആർ റീകൺസീൽ വിത്ത് ഈച്ച് അതർ. നമ്മളൊരു കോമൺ ഡാറ്റ സോഴ്സിൽ നിന്നാണ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെ. നമ്മുടെ കമ്പനി കോസ്റ്റ് ഓഡിറ്റിനായിട്ട് ഒരു സെപ്പറേറ്റ് ഡാറ്റ എന്ത് ചെയ്യുന്നില്ല. പലപ്പോഴും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ പർച്ചേസ് ഡാറ്റ, അതുപോലെ തന്നെ മറ്റ് എക്സ്പെൻഡിച്ചർ, പവർ, ഇലക്ട്രിസിറ്റി, മറ്റ് സാലറീസ്, വേജസ് കാര്യങ്ങൾ, ഈ ഒരു ഡാറ്റ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ ഒരു സിംഗിൾ ഡാറ്റ, ആ ഒരു കോമൺ ഡാറ്റ തന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റീകൺസിലിയേഷനും തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ്, ഇന്റഗ്രേറ്റിംഗ് ഡാറ്റാ ബേസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള കോസ്റ്റ് റിപ്പോർട്ട്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഹെഡിങ് ഇന്റഗ്രേഷൻ വിത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഫർമേഷൻ സിസ്റ്റംസ് ലൈക്ക് ഇപ്പോൾ നമ്മൾ MIS ടെക്നോളജി, ഇപ്പം ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒക്കെ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇന്റഗ്രേറ്റ് നമ്മൾ ഡാറ്റാ ബേസ്, കോസ്റ്റ് ഡാറ്റ ഒക്കെ അതിലോട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ, എൻട്രി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ സിസ്റ്റത്തിനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാനിപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത എഫിഷ്യന്റ് ആയിട്ടുള്ള കോസ്റ്റ് റിപ്പോർട്ട്സുകൾ, പല വേരിയൻസുകളും
നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഒരു നല്ലൊരു ഡിസിഷൻ അല്ല, നമ്മൾ മറ്റേ MIS ഓടിക്കുമല്ലോ, MIS എന്നാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുക അല്ലെ. അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കുന്ന എന്തിനുള്ള ഇൻഫർമേഷൻ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. അപ്പൊ അതിലോട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഡാറ്റ കറക്റ്റ് ആയിട്ട് എന്തിനും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇപ്പൊ MIS റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മാനേജ്മെന്റിന് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സോ നല്ല ഇൻപുട്ട് ചെയ്യുന്ന എന്തുണ്ടാവുള്ളൂ, നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ അല്ലെ. സോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഡാറ്റയാണെങ്കിൽ, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ടും എന്തായി മാറും, തെറ്റായിട്ട് മാറും. അപ്പോൾ ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിലാണ് ഔട്ട്പുട്ടും എന്താവുള്ളൂ, കറക്റ്റ് ആവുള്ളൂ അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രേറ്റിംഗ് ഡാറ്റാബേസസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ഹെൽപ്സ് ടു പ്രൊവൈഡ് യൂസ്ഫുൾ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ മോർ എഫിഷ്യൻലി ആസ് വെൽ ആസ് റെഡ്യൂസിംഗ് സോഴ്സ് ഡാറ്റ മാനിപ്പുലേഷൻ. നമ്മൾ കോസ്റ്റിംഗ് ഡാറ്റ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ തരത്തിലുള്ള എന്ത് കിട്ടും, ഇൻഫോർമേഷൻസ്, കോസ്റ്റ് റിപ്പോർട്ട്സ് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വരും. അതിന് പറയുന്നത് ഇന്റഗ്രേഷൻ വിത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പൊ അങ്ങനെ ഒരു 6 പോയിന്റ് നമുക്കൊരു 6 പോയിന്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ തൊട്ട് മുമ്പത്തെ യൂണിറ്റിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് നോട്ടിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. ഈ ഒരു 6 പോയിന്റ്. അതിൽ ഒന്നാമത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടൂളാണ്, ഇറ്റ് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. രണ്ടാമത് അസസിങ് ദ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അലോക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. 3 പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. സോ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജീസ് അത് നമ്മൾ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്ത് തമ്മിൽ കമ്പാരിസൺ നമുക്ക് എന്താണ് പോസിബിൾ ആണ്. അതാണ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. 4ാമത്തെ സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. സോ ഡിഫറെന്റ് ഏരിയയിൽ നമ്മൾ ഡിസിഷൻ ലൈക്ക് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് കോമൺ ഡാറ്റ സോഴ്സ്, ഒരു സിംഗിൾ ഡാറ്റ സോഴ്സിൽ നിന്നായതുകൊണ്ട് തന്നെ നമുക്ക് റീകൺസിലിയേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് വെച്ചാൽ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദ ഇൻഫർമേഷൻ സിസ്റ്റംസ് വിച്ച് വിൽ പ്രൊവൈഡ് ദ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ദ എഫിഷ്യന്റ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ദ മാനേജ്മെന്റ്. ഈ ഒരു 6 പോയിന്റ് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് പറയുന്നത് ആസ് പെർ ദി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ദി അക്കൗണ്ടൻറ്റ്സ്, ദാറ്റ് IFAC, അവരുടെ അഭിപ്രായ പ്രകാരം ദിസ് കോസ്റ്റ് ഇൻഫർമേഷൻ അല്ലെ, നല്ലൊരു കോസ്റ്റ് ഓഡിറ്റ് പ്രോസസ്സ് നമുക്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, വെദർ ആൻ ഓർഗനൈസേഷൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് സോ മെയിൻറ്റെയിൻഡ് ആസ് ടു ഗീവ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രോസസ്സിംഗ്, മാനുഫാക്ചറിങ് ആൻഡ് മൈനിങ് ഓഫ് എ പ്രൊഡക്റ്റ്. IFACയുടെ ഇത് പ്രകാരം പ്രോപ്പറായിട്ട് ഒരു കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന, ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ടാണോ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ കാര്യങ്ങളുടെ കോസ്റ്റുകൾ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട്. വെദർ ഓർ നോട്ട് അത് അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അക്യൂറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അറിയാനായിട്ട് നമുക്ക് പറ്റും. Then what are the benefits? അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം therefore the cost audit can be used to benefit of the management, consumers and shareholders അല്ലെ. ഒരാൾക്കല്ല, നമ്മൾ നേരത്തെ ജനറൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ നമുക്കറിയാം മാനേജ്മെന്റിന് ബെനിഫിറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ ആരൊക്കെ, ഈവൻ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഒന്നും വായിക്കാതെ തന്നെ നമ്മൾ ജനറൽ ആയിട്ട് ആലോചിക്കും മാനേജ്മെന്റ് എന്തായിരിക്കും ബെനിഫിറ്റ്. മാനേജ്മെന്റിന് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അവരുടെ ഓരോ റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് അവർ റിസോഴ്സസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, അവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, അതായിരിക്കും നോർമലി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെ. ദെൻ അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എന്ത് കുറക്കുമ്പോൾ, കോസ്റ്റ് കുറക്കുമ്പോൾ. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ആണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. നോർമലി മാനേജ്മെന്റ് അവരുടെ കൺട്രോളിലുള്ള റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തില്ല, യൂസ് ചെയ്തിട്ടാന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? മാനേജ്മെന്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടാൻ പറ്റുമോ? ഇല്ല. സോ സെല്ലിംഗ് പ്രൈസ് അതുപോലെ തന്നെ നമ്മൾ നിലനിർത്തേണ്ട ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രോപ്പറായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്യും, കയറിപ്പോവും. അപ്പൊ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് കുറക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ മാനേജ്മെന്റിന് കോസ്റ്റ് ഓഡിറ്റ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, റിസോഴ്സ് യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള ഡാറ്റ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ.
അറ്റ് ദ സെയിം ടൈം അത് ആർക്കും ബെനിഫിറ്റ് ആക്കുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സ്. ബിക്കോസ് അതിനനുസരിച്ചാണ് അവർ എത്രത്തോളം എഫിഷ്യന്റ് ആണ് അത്രത്തോളം കോസ്റ്റ് കുറയും, അതിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി കൂടും. അവർ എത്രത്തോളം ഇൻഎഫിഷ്യന്റ് ആണ് അതിനനുസരിച്ച് കോസ്റ്റ് കൂടും, അതുകൊണ്ട് പ്രോഫിറ്റ് എന്തെയും കുറയും. ആൻഡ് ഇത് കൺസ്യൂമേഴ്സിന് എങ്ങനെയാണെങ്കിലും ഇതാക്കുന്നത്? കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റ് ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറക്കാൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പരിധിയിലൊക്കെ സെല്ലിംഗ് പ്രൈസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ എന്തെയും ഉണ്ടായിരിക്കും അല്ലെ. സോ കോസ്റ്റ് കുറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്തെയും കുറയാനുള്ള സാധ്യത അല്ലെ. അപ്പൊ പൊതുവെ പറയുമല്ലോ, കോസ്റ്റ് കൂടുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടും എന്ന് പറഞ്ഞ പോലെ കമ്പനികൾ കോസ്റ്റ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ സെല്ലിംഗ് പ്രൈസ് ഒക്കെ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും എങ്ങനെയാണ് ബെനിഫിറ്റ്സ് ഒക്കെ? ഒന്ന്, ഹെൽപ്പിംഗ് ടു ഐഡന്റിഫൈ വീക്ക്നെസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, ഈ മൂന്നാൾക്കാരുടെ ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് ടു മാനേജ്മെന്റ്, കൺസ്യൂമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? ഒന്ന്, മാനേജ്മെന്റിന് മെയിൻ ആയിട്ട് നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള വീക്ക്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മാനേജ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവര് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള പോരായ്മകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ട്, to help it drive down cost by detecting wastage and inefficiencies. ഓക്കെ, സോ വേസ്റ്റേജ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വേസ്റ്റേജ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഇൻഎഫിഷ്യൻസി ഉള്ളതെന്ന് നമ്മൾ കണ്ടെത്തി അവിടെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് ആ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കമ്പനി എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കോസ്റ്റ് ഓഡിറ്റ് ആർ ഓൾസോ അസിസ്റ്റൻസ് ഗവൺമെന്റ് ഇൻ ഹെൽപ്പിംഗ് ദ ഫോർമുലേറ്റ് ദ താരിഫ് ആൻഡ് ടാക്സേഷൻ പോളിസീസ്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ പല കോസ്റ്റ് ഇൻഫോർമേഷൻസ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ എക്കോണമിയാണ് അല്ലെ. അപ്പൊ പലപ്പോഴും ഈ ഫെർട്ടിലൈസർ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, നമ്മള് നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സബ്സിഡി നിങ്ങൾ ഉണ്ടാവും അല്ലെ. വളം, നമ്മളുടെ ഫെർട്ടിലൈസർ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ഗവൺമെന്റ് കൃഷിഭവൻ വഴിയൊക്കെ എന്തുണ്ട് ഒരുപാട് ഫെർട്ടിലൈസർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് അറിയണം ഗവൺമെന്റ്. കാരണം സബ്സിഡിയൊക്കെ ഒരിക്കലും ഈ ഒരു കോസ്റ്റ് അല്ല അതിന് വരുന്നുണ്ടാവാം. എനിക്ക് തന്നെ അറിയാം, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ കൃഷിഭവനിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫെർട്ടിലൈസർ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതിന്റെ കോസ്റ്റ് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും വളരെ കൂടുതലായിരിക്കും എന്തായാലും. അപ്പൊ ഗവൺമെന്റിന് അത് എത്രത്തോളം സബ്സിഡി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഫെർട്ടിലൈസേഴ്സിന് എന്തായാലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അതിന്റെ കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ നമുക്ക് വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ പോലെ ആന്റി ഡംപിങ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് തീരുമാനിക്കണമെങ്കിൽ ഗവൺമെന്റിനും ഏത് വേണം? കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ മസ്റ്റ് ആയിട്ട് വേണം. അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റ് ആർ ഓൾസോ അസിസ്റ്റൻസ് ടു ഗവൺമെന്റ് ബൈ ഹെൽപ്പിംഗ് ടു ഫോർമുലേറ്റ് ദ താരിഫ് ആൻഡ് ടാക്സേഷൻ പോളിസീസ്. ഓക്കെ, യെസ്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ്. ഒരു 6 പോയിന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് 1 2 3 4 ഓക്കെ 5 6 ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഹെഡിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പറ്റുമെങ്കിൽ ആ ഹെഡിങ് എഴുതി അങ്ങനെ പഠിക്കാം. ഓക്കെ, നമ്മളെ നോട്ടിൽ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യുക. സെയിം കാര്യം കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ നേരത്തെ പറഞ്ഞ ഏർലിയർ ടൈമിൽ നമ്മൾ പ്രൈസ് കൺട്രോൾ കാര്യങ്ങൾ നോക്കിയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സോ അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്റ്റ്. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഇൻഫർമേഷൻ മനസ്സിലാക്കാനും അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പെർഫോമൻസ് അസസ്മെന്റ് അല്ലെ, എന്താ പറഞ്ഞ പോലെ ഷോ ഹൗ പ്രോഫിറ്റ്സ് ആൻഡ് വാല്യൂ ക്രിയേറ്റഡ്. മാനേജ്മെന്റ് എത്രത്തോളം നന്നായിട്ട് ഇതിന്റെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ദെയർ പോളിസി മേക്കിംഗ്. then comprehensive data. Okay, so അത് പ്രൊഡക്റ്റ് പ്രോസസ് ഇൻഫർമേഷൻ അല്ലെ. സോ കോസ്റ്റ് ഔട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പ്രൊഡക്റ്റ് പ്രോസസ് റിസോഴ്സസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഡിഫറെന്റ് ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ആക്ച്വൽ പെർഫോമൻസ് അഗെയിൻസ്റ്റ് ദർ പ്ലാൻഡ് പെർഫോമൻസ്. ദാറ്റ് ഈസ് അവർ ആദ്യം സെറ്റ് ചെയ്ത സ്ട്രാറ്റജീസും ദെൻ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ആ മെഷർമെന്റിന് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട് അല്ലെ, കസ്റ്റമർ എക്സ്പെക്ടേഷൻ, ഓക്കെ, പ്രോഫിറ്റബിലിറ്റി, ദെൻ പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഡാറ്റ കോസ്റ്റ് ഓഡിറ്റ് ഡാറ്റ റിപ്പോർട്ട്സ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ യൂണിഫൈഡ് ഡാറ്റ സോഴ്സ് പറഞ്ഞൊരു സിംഗിൾ ഡാറ്റ സോഴ്സ് ആണെങ്കിൽ റീകൺസിലിയേഷൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും ഓക്കെ മറ്റ് മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. ഈ 6 പോയിന്റ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. IFAC ഇത് പ്രകാരം പറഞ്ഞ ബെനിഫിറ്റ്സ് നമുക്കറിയാം. മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റ് എന്താണ് ബെനിഫിറ്റ്? ഐഡന്റിഫൈ ദ വീക്ക്നെസ് ഇൻ ദി കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം.
ഓക്കെ, അതായത് നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ റിസോഴ്സ് യൂട്ടിലൈസേഷനുള്ള ഇൻഎഫിഷ്യൻസീസ് ഐഡന്റിഫൈ ചെയ്യാനും കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി കൺസ്യൂമേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ, ഓക്കെ, ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ടോ ആ പോസിബിലിറ്റി കണ്ടെത്താനും അതുവഴി കോസ്റ്റ് കുറയ്ക്കാനും വേസ്റ്റേജ് കുറയ്ക്കാനും അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രോഫിറ്റ് കൂട്ടാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആ ഒരു പേ ചെയ്യുന്ന ആ ഒരു പ്രൈസ് കുറക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ലോവറിംഗ് കോസ്റ്റ് ബൈ മിനിമൈസിങ് വേസ്റ്റ്. ലാസ്റ്റ് ഗവൺമെന്റ് അല്ലെ, സോ ഗവൺമെന്റ് അസിസ്റ്റിംഗ് ദയർ ഇത് താരിഫ് ആൻഡ് ടാക്സേഷൻ പോളിസിയിൽ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, ടാക്സ് ആൻഡ് താരിഫ് പോളിസീസ്. ഓക്കെ, യെസ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ടോപ്പിക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. സോ എന്തെങ്കിലും പഠിച്ചിരിക്കുക. എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഏതും ചോദിക്കാം. 7 മാർക്കിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് 30 മാർക്കിന് MCQ കഴിഞ്ഞ് വരുന്ന അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് എ പാർട്ടായിട്ട് കൂടുതൽ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ടോപ്പിക് ആയിരിക്കും ചോദിക്കുക. ഓരോ എക്സാമിനും മാറി മാറി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാം ഫസ്റ്റ് യൂണിറ്റ് കുറച്ചേ ഉള്ളൂ, പക്ഷെ എല്ലാ ടോപ്പിക്കും പഠിച്ചിരിക്കുക. 7 മാർക്ക് നമ്മൾ മിസ് ചെയ്യരുത്. ഓക്കെ.